പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ എമ്പാടും ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു ശബ്ദമാണ് നേഴ്സുമാരുടെ സമരം. നേഴ്സുമാരുടെ സമരം എന്ന് പറയുമ്പോൾ അതൊരു അതിജീവനത്തിൻ്റെ സമരം കൂടിയാണ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് അധികവും സാധാരണയായി നേഴ്സിംഗ് ജോലിക്ക് എത്തുന്നത്. നേഴ്സിംഗ് ജോലിക്ക് എത്തുന്ന കുട്ടികളിൽ 90% കുട്ടികൾ താഴ്ന്ന വരുമാനത്തിലുള്ളവരും പാവപ്പെട്ടവരുമായ കുട്ടികൾ ആയിരിക്കും. ഇവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് മറ്റു മാർഗങ്ങളൊന്നും ഒന്നും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇവർ നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിനായി പോകുവാൻ തയ്യാറാവുക. അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസ ലോൺ എടുക്കുവാൻ ഇവർ നിർബന്ധിതരാകുന്നു. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയും വിവിധ ബാങ്കുകൾ ഇവർക്ക് വിദ്യാഭ്യാസ ലോണായി അനുവദിക്കുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം ലോൺ തിരിച്ചടയ്ക്കുന്ന സമയമാകുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ചതി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നത്. എടുത്ത തുകയുടെ ഇരട്ടിയോളം ഇവർ പലിശ ഉൾപ്പെടെ അടയ്ക്കുവാൻ നിർബന്ധിതരാകുന്നു. 12,000 മുതൽ 15,000 വരെയാണ് വിദ്യാഭ്യാസ ലോണായി തിരിച്ചടക്കേണ്ടി വരുന്നത്. തുച്ഛമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ബാങ്ക് ലോണും ഹോസ്റ്റൽ ഫീസ് തുടങ്ങിയ ചിലവുകളെല്ലാം വഹിച്ച ശേഷം വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാറില്ല. നമുക്ക് ഈ നേഴ്സ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. നേഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് 12,000 രൂപ ചാർജ് വാങ്ങുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിൽ ഒരു 50% ചാർജാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർ എങ്ങനെയാണ് ഈ നേഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്? സ്കാനിങ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ ഡിലക്സ് റൂമിന് വേറെ ചാർജ്, ട്വിൻ ഷെയറിങ്ങിന് വേറെ ചാർജ്, സിംഗിൾ റൂമിന് വേറെ ചാർജ്. ഒരേ സാമ്പിൾ അല്ല, ഒരേ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ബ്ലഡ്സിന് ഡിഫറെന്റ് പ്രൈസസ് ആണ് ഡിഫറെന്റ് റൂംസിന്. അപ്പൊ പിന്നെ ഈ പ്രൈസ് ഒക്കെ എവിടെയാ പോകുന്നത്? ഞങ്ങൾക്ക് തരാൻ മാത്രം ഇവർക്ക് എന്താ പൈസ ഇല്ലേ? ഇങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ റൈറ്റ്സ് ആണ് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് വേണം. വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. 32,000 എന്ന് സാലറി സ്ലിപ്പിലുണ്ടെങ്കിലും എല്ലാം കൂടി കിട്ടുന്നത് 25 രൂപ. അതിൽ 10-15 രൂപ ലോൺ അടയ്ക്കണം, വീട്ടിൽ അനിയനെ പഠിപ്പിക്കണം, വീട്ടിൽ അരി വാങ്ങിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വരണം. എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. ഓരോ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു കൺസേൺ, ഒരു കുറവ് വരരുത്. എന്ത് ചോദിച്ചാലും ഞങ്ങൾ എവിടെന്നെങ്കിലും തെണ്ടിയാലും ഓരോ ആൾക്കാരെ വിളിച്ച് കരഞ്ഞ് ഫുഡില്ല, ഫുഡിന് കംപ്ലൈൻസ് പേഷ്യന്റ് സൈഡിൽ നിന്ന്, സ്റ്റാഫിന്റെ നേരെ ഒരു സ്പൂൺ കിട്ടിയില്ല സിസ്റ്ററെ, ഞങ്ങൾക്ക് സ്പൂൺ ഇപ്പൊ തന്നെ വേണം. ഞങ്ങൾ അവിടെ മുഴുവൻ ഓടി നടക്കും. ആ സ്പൂണിന് വേണ്ടി ഓടി നടക്കുന്നവരെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഞങ്ങൾക്ക് പ്രഷർ വരും. പേഷ്യന്റ് കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ പേഷ്യന്റ് സ്പൂൺ വേണം, അത് വേണം. ഞങ്ങൾ കഴിച്ചോന്ന് ഇതുവരെ ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല. ഒരു ഷിഫ്റ്റ് മോർണിംഗ് എടുത്ത നൈറ്റ് വരെ ഞങ്ങൾ ഫുഡ് കഴിക്കാതെ നിന്നവരുണ്ട്, യൂറിൻ പാസ് ചെയ്യാതെ നിന്നവരുണ്ട്, വെള്ളം കുടിക്കാതെ നിന്നവരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ചെയ്തേ? പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും ആ തുച്ഛമായ ഒരു സാലറി 1,300 രൂപ അത് ഞങ്ങൾക്ക് തരാൻ ഇവർക്കില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ കൂടെ നിൽക്കുന്ന നേഴ്സുമാരുടെ സംഘം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതാ അടുത്ത ഒരു മാലാഖ ഇവിടെ നിൽപ്പുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. പറ്റത്തില്ല, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, ബാക്കിയുള്ള ഒത്തിരി സാലറി വാങ്ങിക്കുന്നത് പോലെ ഞങ്ങൾക്കും ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് 6 മണിക്കൂർ 10 മണിക്കൂർ കിടന്ന് പണിയെടുത്തിട്ട് എനിക്ക് നടുവേദന ഇല്ലാത്ത ഒന്നുമില്ല. ഇവിടെ കിടന്ന് പേഷ്യന്റിനെ പൊക്കി വലിച്ച് കയറ്റ. എന്റെ വീട്ടിലാർക്കും അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഇത്രയും ബുദ്ധിമുട്ടുള്ളായിരുന്നു. എന്റെ കസിൻ ഒരു ദിവസം ഇവിടെ അഡ്മിറ്റ് ആയി. അവൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ, ചേച്ചി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇവിടെയെന്ന്. അത്രയൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ കസേര കാലും കയറ്റിട്ട് ഞങ്ങൾ കാശ് വാങ്ങിക്കുന്നതല്ല, അതിനനുസരിച്ച് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടണല്ലോ. ഞങ്ങൾ ആരോട് പറയാ? ആര് കേൾക്കും? കേരളത്തിൽ ചെറുതും വലുതുമായ ധാരാളം ആശുപത്രികൾ സുലഭമായിട്ടുണ്ട്. 800 മുതൽ 1000 1500 കിടക്കകളെല്ലാമുള്ള വൻകിട ഹോസ്പിറ്റലുകളിൽ ഓരോ ഡോക്ടർമാർക്കും പ്രത്യേകം കൺസൾട്ടൻ ഫീസും നിശ്ചയിച്ചിട്ടുണ്ടാകും. ചില ഹോസ്പിറ്റലുകൾ 400 രൂപയാണ് കൺസൾട്ടൻ ഫീസ് ഈടാക്കുന്നതെങ്കിൽ മറ്റു ചിലർ 500 500ൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കും കൺസൾട്ടൻ ഫീസായി ഈടാക്കുക. ഒരു ഗർഭിണിയെ പ്രസവത്തിനായി ലേബർ റൂമിൽ കയറ്റിയാൽ ആദ്യം ചെയ്യേണ്ട ജോലി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ആ ഗർഭിണിയുടെ സ്വകാര്യ ഭാഗത്തുള്ള അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ജോലികളെല്ലാം ഈ നേഴ്സുമാരാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ചില ഗർഭിണികൾ പ്രസവത്തോടൊപ്പം മലമൂത്ര വിസർജനവും നടത്താറുണ്ട്. ഇത് വൃത്തിയാക്കേണ്ടതും ഈ നേഴ്സുമാരുടെ ജോലിയാണ്. അതുമാത്രമല്ല, വെന്റിലേറ്ററിലും
ICUവിലും വരെ കിടക്കുന്ന രോഗികളുടെ മലവും മൂത്രവും എല്ലാം എടുക്കുന്ന ചുമതലയും ഈ നേഴ്സുമാരിൽ നിക്ഷിപ്തമാണ്. ഇതിനെല്ലാം ചേർത്ത് നേഴ്സിംഗ് കെയർ എന്ന പേരിൽ നല്ലൊരു തുക രോഗികളിൽ നിന്നും മാനേജ്മെൻറ്റ് ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈടാക്കുന്ന ഈ തുകയിൽ നിന്നും ചെറിയൊരംശം ഇവർക്ക് ശമ്പളമായി കൊടുത്താൽ തീർച്ചയായും ഇവരുടെ ഈ സങ്കടത്തിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ മാനേജ്മെൻറ്റിന് സാധിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ അവൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്തിന് മരണസമയത്തു വരെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നവരാണ് ഈ നേഴ്സിംഗ് സമൂഹം. അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരളത്തിലെ മുഴുവൻ ആശുപത്രി മാനേജ്മെൻറ്റിനോടും ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.